എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഐഡന്റിറ്റീസിന്റെ 5ാമത്തെ പാർട്ടിലേക്ക് കിടക്കാം. ഇത് കുറച്ച് വലിയ ലെസണാണ്, കുറച്ചധികം പാർട്ടുകൾ വേണ്ടി വരും. അപ്പം നമ്മൾ പേജ് നമ്പർ 84 3 പ്രോബ്ലംസ് ചെയ്തിട്ടാണ് നിർത്തിയത് അല്ലേ? നമുക്ക് 4ാമത്തെ ചെയ്യാൻ. Explain using algebra the fact that the square of any natural number which is not a multiple of 3 leaves remainder 1 on division by 3. വലിയൊരു സത്യം നമ്മളോട് തെളിയിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എക്സ്പ്ലെയിൻ യൂസിങ് ആൾജിബ്ര. ആൾജിബ്ര ഉപയോഗിച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ. എന്ത് ഫാക്റ്റ് ആണത്? സ്ക്വയർ ഓഫ് എനി നാച്ചുറൽ നമ്പർ വിച്ച് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് 3. 3യുടെ മൾട്ടിപ്പിൾ അല്ലാത്ത ബാക്കി എല്ലാ നമ്പേഴ്സിൻ്റെയും സ്ക്വയറിനെ 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 1 ആണ് റിമൈൻഡർ കിട്ടുക. ആണോ? അങ്ങനെയൊരു സത്യം നിങ്ങൾക്കറിയാമോ? അതായത് 3 ഒഴിച്ച് അപ്പോൾ 1 എടുക്കണ്ട, 2 എടുക്കാം. നമുക്ക് 2ൻ്റെ സ്ക്വയർ 4 ആണ്. 4നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യം. റിമൈൻഡർ 1 വന്നു. അടുത്തത് 3 സ്ക്വയർ എടുക്കാൻ പാടില്ല. കാരണം എന്താ പറഞ്ഞിട്ടുള്ളത്? 3യുടെ മൾട്ടിപ്പിൾസ് എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 3 നമ്മൾ കളഞ്ഞു. അടുത്ത നമ്പർ 4 എടുത്തു. 4 സ്ക്വയർ എത്രയാ? 4 സ്ക്വയർ 4 × 4 8 എന്നാണ് ഞാൻ എഴുതുന്നത്. ഈശ്വര, 16. അപ്പോൾ 16 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 5 50. ബാക്കി 1 വന്നു. അപ്പോൾ അത് ശരിയാണ്. അടുത്ത നമ്പർ 5 ആണ്. 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25. 25നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 25 8 ടൈംസ് അല്ലേ? 24. ബാക്കി 1. അപ്പോൾ ശരിയാണ്. അടുത്ത നമ്പർ 6 സ്ക്വയർ എന്ന് പറയുമ്പോൾ എടുക്കരുത്. കാരണം എന്താ? 3യുടെ മൾട്ടിപ്പിൾസ് എടുക്കരുത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ പറഞ്ഞത് ശരിയാണ് അല്ലേ? 3യുടെ മൾട്ടിപ്പിൾസ് ഒഴിച്ച് ബാക്കി എല്ലാ നമ്പറിൻ്റെയും സ്ക്വയറിനെ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്രയാണ് റിമൈൻഡർ വരിക? 1 വരും. ഈ സത്യം ആൾജിബ്ര യൂസ് ചെയ്തുകൊണ്ട് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ നമ്പേഴ്സും ഡിവൈഡ് ചെയ്യണമെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് എഴുതാൻ സുഖം. ഇതിപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസ് ആവരുത്. 3യുടെ മൾട്ടിപ്പിൾസ് ആവരുത് എങ്കിൽ എങ്ങനെയാണ് നമ്മൾ എഴുതുക നമ്പറിനെ? 3യുടെ മൾട്ടിപ്പിൾസിനെ നമ്മൾ എങ്ങനെ എഴുതും? 3യുടെ മൾട്ടിപ്പിൾസിനെ നമുക്ക് 3x എന്ന് എഴുതാം അല്ലേ? 3 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട് കിട്ടുന്ന എല്ലാ നമ്പറും നമുക്ക് എന്താണ്? 3യുടെ മൾട്ടിപ്പിൾസ് ആണ് അല്ലേ? 1 തൊട്ട് ഏത് നമ്പർ വേണമെങ്കിലും ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കാം അല്ലേ? 1 ഇടുകയാണെങ്കിൽ 3 × 1 3. 2 ആണ് നമ്മൾ എക്സിന് ഇട്ട് കൊടുക്കുന്നതിൽ 3 × 2 6 വന്നു. 3 ആണെന്നുണ്ടെങ്കിൽ 3 × 3 9 വന്നു. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഏത് നമ്പർ ഇട്ട് കൊടുത്താലും 3യുടെ മൾട്ടിപ്പിൾസ് കിട്ടില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് 3യുടെ മൾട്ടിപ്പിൾസിനെ 3x എന്ന് എഴുതിയത്. അത് മനസ്സിലായല്ലോ? ഇനി 3യുടെ മൾട്ടിപ്പിൾസ് ആവരുത്. അപ്പോൾ ഇതിൽ നിന്നൊരു -1 ചെയ്താലോ 3യുടെ മൾട്ടിപ്പിൾ ആവും? അല്ല. അപ്പോൾ നമ്മൾ നേരത്തെ 1 ഇട്ട് കൊടുത്തപ്പോൾ ഇത് എത്രയാണ് ഇതിൻ്റെ വാല്യൂ വന്നത്? എക്സിന് 1 ഇട്ട് കൊടുത്തപ്പോൾ ഇതിൻ്റെ വാല്യൂ 3 വന്നു. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആണിത്. -1 എന്ന് പറയുമ്പോൾ 2 ആണ് വരുന്നത്. അപ്പോൾ ഇതെന്താണ്? 2 എന്ന് പറയുന്നത് 3യുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് ഒരെണ്ണം കിട്ടി. ഇനി അതുപോലെ 3x - 2 എന്ന് പറഞ്ഞു. 3xൽ നിന്നും 2 മൈനസ് ചെയ്യുന്നത്. അപ്പോൾ 3x നമ്മൾ 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3 × 1 3. അതിൽ നിന്നും 2 മൈനസ് ചെയ്താൽ കിട്ടുന്നത് 1 ആണ്. അത് 3യുടെ മൾട്ടിപ്പിൾ അല്ലല്ലോ. അതിനിപ്പോൾ നമ്മളിവിടെ 2 ഇട്ട് കൊടുത്തു. എക്സിന് 2 ഇട്ട് കൊടുത്തു. 3 × 2 6 ആണ് വരിക. 6ൽ നിന്നും 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 5. 5 3യുടെ മൾട്ടിപ്പിൾ അല്ല. ഇനി 3x - 2 അതിന് എക്സിൻ്റെ വാല്യൂ 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എത്ര വരും? 3 × 2 6 -2 4. 4 3യുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ നമുക്ക് 2 മെത്തേഡ് കിട്ടി 3യുടെ മൾട്ടിപ്പിൾ അല്ലാതെ ഇരിക്കുന്നത്. ഇനി ഇത് മാത്രമാണോ? 3x + 1 അതും 3യുടെ മൾട്ടിപ്പിൾ അല്ല. നോക്കിയേ, 3x എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എക്സിന് 2 ഇട്ട് കൊടുത്തു. 3 × 2 6. 6 + 1 7. 3യുടെ മൾട്ടിപ്പിൾ അല്ലല്ലോ.
എന്ന പോലെ 3x പ്ലസ് 2. അപ്പോൾ എക്സിന് നമ്മൾ 2 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ 3 × 2 6 പ്ലസ് 2 8 വന്നു. അതും 3യുടെ മൾട്ടിപ്പിൾ അല്ല. അപ്പോൾ 3യുടെ മൾട്ടിപ്പിൾസിൻ്റെ കൂടെ അതിൽ നിന്നും 1ഓ 2ഓ മൈനസ് ചെയ്യുക അല്ലെങ്കിൽ 1ഓ 2ഓ ആഡ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസ് അല്ലാത്ത നമ്പറുകൾ കിട്ടി. ഇനി എക്സിൻ്റെ സ്ഥാനത്ത് ഏത് വാല്യൂ വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് 3യുടെ മൾട്ടിപ്പിൾസ് അല്ലാത്ത നമ്പേഴ്സിനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 1 റിമൈൻഡർ കിട്ടുന്നു. ഇതിൻ്റെ സ്ക്വയർ ഇപ്പോൾ ആദ്യത്തെ നമ്പർ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏതാണ്? ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെങ്കിൽ ഇത് 4ൻ്റെയും കണ്ടുപിടിക്കണം. മനസ്സിലായ? ഇത് 4ൻ്റെയും സ്ക്വയർ കണ്ടുപിടിച്ചിട്ട് അതിൽ 1 റിമൈൻഡർ വരുന്നുണ്ടോ എന്ന് നോക്കണം. ആദ്യം നമുക്ക് 3x മൈനസ് 1 നോക്കാം. 3x മൈനസ് 1 ഓൾ സ്ക്വയർ. അപ്പം എന്താ വരാ? 3x സ്ക്വയർ മൈനസ് ആണല്ലേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മൈനസ് ഇട്ടിട്ടുള്ളത് കാണിച്ചു തരാം. ആദ്യമേ നിങ്ങൾ x പ്ലസ് വൈ ഓൾ സ്ക്വയർ നമ്മൾ പഠിച്ചല്ലോ. x പ്ലസ് വൈ ഓൾ സ്ക്വയർ ഇതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്താ വരാ? എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഇങ്ങനെയാണ് വരാം അല്ലേ. എക്സ് മൈനസ് വൈ ഓൾ സ്ക്വയർ ആണെങ്കിലോ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 2xy പ്ലസ് വൈ സ്ക്വയർ എന്നാണ് വരിക. ഓർത്ത് വയ്ക്കാം. മൈനസ് ഇട്ടിട്ടുള്ള നമ്പർ, അതായത് സമ്മിൻ്റെ സ്ക്വയറിൽ എല്ലാം സ്ക്വയർ വരും. ഡിഫറൻസിൻ്റെ സ്ക്വയർ ആണെങ്കിൽ എക്സ് സ്ക്വയർ കഴിഞ്ഞ് 2xyൻ്റെ മുന്നിലായിട്ട് എന്ത് വരണം? മൈനസ് വരണം. വൈ സ്ക്വയറിൻ്റെ മുന്നിൽ പ്ലസ് തന്നെ. അത് മറക്കരുത്. മനസ്സിലായില്ലേ? 2xyൻ്റെ മുന്നിലായിട്ട് എന്താ വരേണ്ടത്? മൈനസ്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ഏതാ? 3x മൈനസ് 1 ഓൾ സ്ക്വയർ. അപ്പോൾ അതെ മൈനസ് വന്നു. ഡിഫറൻസിൻ്റെ ആണ് നമുക്ക് സ്ക്വയർ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2xyൻ്റെ മുന്നിൽ കിടക്കുന്നത് മൈനസ് വരണം. അപ്പോൾ എന്താ അതിൻ്റെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 3x സ്ക്വയർ അല്ല ഇങ്ങനെയല്ല വരാം, ഓൾ സ്ക്വയർ ആണ് വരാം. മൈനസ് 2 × 3x × 1 പ്ലസ് 1 സ്ക്വയർ. ഓക്കെ, 3x സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വരാം? 9x സ്ക്വയർ മൈനസ് 2 × 3 × 1 എന്ന് പറയുമ്പോൾ 6. പിന്നെ ഒരു എക്സ് കൂടെ ഉണ്ട്, അതിടാൻ മറക്കരുത്. എക്സ് പ്ലസ് 1 സ്ക്വയർ എന്ന് പറയുമ്പോൾ 1. നമുക്ക് ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിവൈഡ് ചെയ്യണം, ഇതിനെ ഡിവൈഡ് ചെയ്യണം, ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഇതിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും ഇല്ലേ? 3 ഇതിൽ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് പോകും. 2 ഇതിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതായത് 1 റിമൈൻഡർ വന്നു എന്ന് അർത്ഥം. മനസ്സിലായി? അതായത് ഇതിൽ നിന്നും 3നെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്ത് വരും? 3 പുറത്തേക്ക് എടുത്താൽ ഇവിടെ 3x സ്ക്വയർ മൈനസ് 2x വരും പ്ലസ് 1. കേട്ടാ, ഇതിൽ 3 ഡിവൈഡ് ചെയ്ത് പോയി, ബാക്കി എന്ത് വന്നു? 1 വന്നു. അപ്പോൾ 1 റിമൈൻഡർ വരുന്നു. മനസ്സിലായില്ലേ? എന്തിൻ്റെ? 3യുടെ മൾട്ടിപ്പിൾസ് അല്ലാത്ത നമ്പറിൻ്റെ സ്ക്വയറിനെ 3 വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്താൽ 1 ബാക്കി വരും. ഇനി അടുത്തത് പറഞ്ഞാൽ ഏതാണ്? 3x മൈനസ് 2 അല്ലേ? 3x മൈനസ് 2 ഓൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതുപോലെ തന്നെ എത്ര വരാം? 3x ഓൾ സ്ക്വയർ മൈനസ് 2 × 3x × 2 പ്ലസ് 2 സ്ക്വയർ അല്ലേ? 3x സ്ക്വയർ എന്ന് പറയുമ്പോൾ അഗെയിൻ 9x സ്ക്വയർ മൈനസ് 2 × 3 × 2 എന്ന് പറയുമ്പോൾ 12x പ്ലസ് 2 × 2 സ്ക്വയർ എന്ന് പറയുമ്പോൾ 4. ഇതിനെയും നമുക്ക് നോക്കാം. ഇതിനെ നമുക്ക് എടുക്കുമ്പോൾ ഇതിൽ നമുക്ക് 3നെ പുറത്തേക്ക് എടുക്കാം. അതായത് 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 3 9ൽ പോയി 3 ടൈംസ്, 12ൽ പോയി 4 ടൈംസ്. 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഒരു പ്രാവശ്യം പോകും അല്ലേ? ബാക്കി 1 റിമൈൻഡർ വന്നു. മനസ്സിലായോ? അപ്പോഴും ഇവിടെ അതായത് നമുക്ക് 4നെ വേണമെങ്കിൽ 3 + 1 നമുക്ക് എഴുതാം. കൂടെ
അപ്പോൾ 3 3യിലും പോയി, അങ്ങനെ 1 ബാക്കി വന്നു. മനസ്സിലായ? അപ്പോൾ അത് അടുത്തതായിട്ട് നമുക്ക് ഇനി ഏതാ കണ്ടുപിടിക്കാനുള്ളത്? 3x + 1 ഹോൾ സ്ക്വയർ. അതിന് നോക്കി നോക്കാം. അപ്പം എന്ത് വരും? 3x ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3x ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. 3x സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്ര വന്നു? 9x സ്ക്വയർ പ്ലസ് 6x പ്ലസ് 1. ഇത് നമ്മൾ 3x - 1 ഹോൾ സ്ക്വയർ ചെയ്ത പോലെ തന്നെ അല്ലേ? ഇതിന് നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 1 ബാക്കി വന്നു. ഇനി ഒരെണ്ണം കൂടി ഇത് കണ്ടുപിടിക്കാൻ. എന്താ? 3x + 2 ഹോൾ സ്ക്വയർ എന്ത് വരും? 3x ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3x ഇൻറ്റു 2 പ്ലസ് 2 സ്ക്വയർ. അപ്പോൾ വീണ്ടും 9x സ്ക്വയർ പ്ലസ് 12x അതേപോലെ തന്നെ വന്നു. 4 പ്ലസ് ഇവിടെ മൈനസ് ആയിരുന്നു, അതിപ്പോൾ പ്ലസ് ആയിരുന്നു മാത്രം. ഇനി നമ്മൾ വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 9ൽ 3 പോയി, 12ൽ 3 പോയി. 4 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് 3 + 1 എഴുതാം. അപ്പോൾ നമുക്ക് 3യിലും പോയി, ബാക്കി എന്ത് വന്നു? ഒരു 1 വന്നു. അപ്പോൾ നമ്മൾ മനസ്സിലായില്ലേ എങ്ങനെയാണ് ഇതിൻ്റെ the fact that the square of any natural number which is not a multiple of 3 leaves remainder 1 on division by 3. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. Prove that for any natural number ending in 3 its square ends in 9. What about numbers ending in 5 and numbers ending in 4? ഏതൊരു നാച്ചുറൽ നമ്പർ, 3ൽ അവസാനിക്കുന്ന ഏതൊരു നാച്ചുറൽ നമ്പറിന്റെ സ്ക്വയർ 9ലാണ് അവസാനിക്കുക? ശരിയല്ലേ? ഇപ്പം 3ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സ് പറയുമ്പോൾ ഇപ്പം 3 എടുക്കുകയാണെങ്കിൽ 3 × 3 9 വന്നു. 13. അപ്പോൾ 13 എന്ന് പറയുമ്പോൾ അടുത്ത ഒരു 3ൽ അവസാനിക്കുന്ന നമ്പർ 13. അപ്പോൾ നമ്മൾ 13 സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ പറയുക? 13 × 30 എന്ന് പറയുമ്പോൾ 3 × 3 9. അപ്പോൾ അങ്ങനെ ഇപ്പോൾ 23 ആയാലും 23 × 23 എന്ന് പറയുമ്പോൾ 3 × 3 9. അങ്ങനെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ്, അതായത് വൺസിൻ്റെ പ്ലേസിൽ എടുക്കുന്ന നമ്പർ, അതായത് ആ സ്ക്വയർ അത് അവസാനിക്കുന്നത് 9ലായിരിക്കും എന്ന് നമുക്ക് ഒരു ആൾജിബ്രായിക് എക്സ്പ്രഷൻ വെച്ചിട്ട് ഒരു അത് പ്രൂവ് ചെയ്യാൻ, അതല്ലേ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്? പ്രൂവ് ദാറ്റ്. യെസ്, പ്രൂവ് ചെയ്യണം. ഫോർ എനി നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 3. അപ്പം 3ൽ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ വൺസിൻ്റെ പ്ലേസിൽ 3 വന്നു. ടെൻസിൻ്റെ പ്ലേസിൽ എന്താ നമ്മൾ ഇടുക? അപ്പോൾ 10x ഇടും അല്ലേ? ഇതുപോലെയല്ലേ നമ്മൾ 2 ഡിജിറ്റ് നമ്പറിന് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ 10x + 3 വന്നു. ഇതിൻ്റെ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിൻ്റെ സ്ക്വയർ എന്താ വരാ? x + y ഹോൾ സ്ക്വയർ. അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്താണെന്ന് ചിന്തിക്കുക. അപ്പോൾ എന്നിട്ട് അതിനനുസരിച്ച് ഇത് എക്സ്പാൻഡ് ചെയ്യാം. 10x സ്ക്വയർ വരും അല്ലേ? 10x ഹോൾ സ്ക്വയർ പ്ലസ് 2 × 10x × 3 അല്ലേ? പ്ലസ് 3 സ്ക്വയർ. ഇനി ഇതെന്താ വരാ? 10x ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ 100x സ്ക്വയർ പ്ലസ് 2 × 10 × 3 എന്ന് പറയുമ്പോൾ 20 × 3 60. 60x പ്ലസ് 3 സ്ക്വയർ 9. ഇവിടെ ഉള്ളത് എന്തോ ആയിക്കോട്ടെ, ലാസ്റ്റ് എത്ര വരുന്നത്? 9. മനസ്സിലായോ? അപ്പോൾ 3ൽ അവസാനിക്കുന്ന 2 ഡിജിറ്റ് നമ്പറിൻ്റെ സ്ക്വയർ അവസാനിക്കുന്നത് എത്രയിലായിരിക്കും? 9ലായിരിക്കും, 9ലായിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ദാറ്റ് മീൻസ് the squares of all 2 digit numbers ending in 3 and in 9. ഇനി അതിലൊരു ക്വസ്റ്റ്യൻ, വേറെ ക്വസ്റ്റ്യൻ. What about numbers ending in 5? 5ൽ അവസാനിക്കുന്ന നമ്പറിൻ്റെ കാര്യമാണ് ഇനി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാം. 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ സ്ക്വയർ എന്തിലാണ് അവസാനിക്കുക? 5ൽ തന്നെയാണ് അല്ലേ? നമുക്കറിയാം. പക്ഷെ നമുക്കത്
പ്രൂവ് ചെയ്യണം യൂസിങ് ആൾജിബ്ര. അപ്പോൾ 5 അവസാനിക്കുന്ന നമ്പർ എന്ന് പറയുമ്പോൾ 5 വൺസിൻ്റെ പ്ലേസിലിട്ടു, 10ന്റെ പ്ലേസിൽ നമുക്ക് എന്തിടാം 10x ഇടാം. എന്നിട്ട് നേരത്തെ ചെയ്തപോലെ തന്നെ 10x + 5ന്റെ ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് വരും 100x² വരും അല്ലേ. 2 × 10 × 5 അല്ലേ. അപ്പോൾ 2 × 10 20 × 5 എന്ന് പറയുമ്പോൾ 100x പ്ലസ് ലാസ്റ്റത്തെ എന്താ പറയുക 5² എന്ന് പറയുന്നത് 25. അപ്പോൾ എത്രയാണ് വരുന്നത്, എത്രയിലാണ് അവസാനിക്കുക 5ലാണ് അവസാനിക്കുക. അപ്പോൾ അതും നമ്മൾ പ്രൂവ് ചെയ്തു. നമ്പേഴ്സ് എൻഡിങ് ഇൻ 4 എന്ന് പറഞ്ഞാൽ 4ൽ അവസാനിക്കുന്ന നമ്പേഴ്സിൻ്റെ കാര്യത്തിൽ എന്താണ്, അതായത് അതിൻ്റെ സ്ക്വയർ എന്തിലാണ് അവസാനിക്കുക, എന്തിലായിരിക്കും അവസാനിക്കുക 4 അറ്റത്ത് വരുമ്പോൾ 4 × 4 എന്ന് പറയുമ്പോൾ 16. അപ്പോൾ 6 വരും അല്ലേ. പക്ഷെ നമുക്കത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഏത് വന്നാലും ചെയ്തുകൂടെ. അറ്റത്ത് 4 എന്ന് പറഞ്ഞാൽ 4 ഇട്ട് കൊടുത്തു, ഇപ്പുറത്ത് നമ്മൾ 10ന്റെ പ്ലേസിൽ 10x ഇട്ടു. ഈ 3 ഡിജിറ്റ് നമ്പർ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുണ്ടെങ്കിലോ 3 ഡിജിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇപ്പുറത്തൊരു നമ്പറും കൂടി വേണം. 100ന്റെ പ്ലേസിൽ നമ്മൾ 100y എക്സ് തന്നെ ഇട്ട് കൊടുക്കരുത്. എക്സ് എന്തിൻ്റെ പ്ലേസിലാണ് 10ന്റെ പ്ലേസിൽ കിടക്കുന്ന നമ്പറാണ്, അത് തന്നെ ആയിരിക്കില്ലല്ലോ 100ന്റെ പ്ലേസിൽ വരിക. അപ്പോൾ അതിന് വേറൊരു ഡിജിറ്റ്, വേറെ ഏതെങ്കിലും ഒരു ആൽഫബറ്റ് ഇട്ട് കൊടുക്കണം. അപ്പോൾ 100y എന്നോ അങ്ങനെ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ളൊരു ലെറ്റർ ഇട്ട് കൊടുക്കുക. അങ്ങനെ മനസ്സിലായില്ലേ. അപ്പം നമുക്കിപ്പോൾ അങ്ങനെയൊന്നും എടുത്ത് ചോദിക്കാത്തത് കൊണ്ട് നമുക്ക് 2 ഡിജിറ്റ് നമ്പറിനോ 3 ഡിജിറ്റ് നമ്പറിനോ ഒന്നും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് 2 ഡിജിറ്റ് മതി. 10x + 4 ഹോൾ സ്ക്വയർ കണ്ടുപിടിക്കാം. അപ്പോൾ എന്ത് വരും 100x² അല്ലേ. 10x² എന്ന് പറയുമ്പോൾ 100x² പ്ലസ് 2 × 10 × 4 എന്ന് പറയുമ്പോൾ 20 × 4 80x പ്ലസ് 4 × 4 4² 16. അപ്പം എന്ത് മനസ്സിലായി, നമുക്ക് 6ലാണ് അവസാനിക്കുക എന്ന് മനസ്സിലായി. അപ്പോൾ ഇത്രയും നന്നായിട്ട് മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു എക്സസൈസ് കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് പ്രോഡക്റ്റ് ഓഫ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ്, അത് നമുക്ക് പിന്നെടുക്കാം.